യേശു മനുഷ്യനായി അവതരിച്ച ദൈവമാണ്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട 15 തെളിവുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായി തന്നെ പറയട്ടെ, യേശു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് താൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന വ്യക്തമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് ശേഷം യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട് വധശിക്ഷ ഏറ്റുവാങ്ങി. എന്നാൽ യേശു എന്തെങ്കിലും പാപം ചെയ്തതായി ബൈബിൾ പുതിയ നിയമം രേഖപ്പെടുത്തുന്നില്ല. താൻ ദൈവപുത്രനാണ് എന്നുള്ള യേശുവിന്റെ അവകാശവാദം ഒരു ദൈവദൂഷണമായി യഹൂദ മത മേധാവികൾ തെറ്റിദ്ധരിച്ചു. വാസ്തവത്തില് ഇതിന്റെ പേരിലാണ് യേശുവിന് കുരിശുമരണം ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. ബൈബിൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പേരായി അവിടെ പറഞ്ഞിരിക്കുന്നത് അയാം എന്നാണ്. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ഈ അയാം എന്ന പേര് യേശു തനിക്കും അവകാശപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സത്താപരമായി താൻ പിതാവായ ദൈവത്തിന് തുല്യനാണ് എന്ന് യേശു അവകാശപ്പെട്ടു. ബൈബിളിലേക്ക് വരുമ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം അർഹതപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ യേശു മനുഷ്യരിൽ നിന്ന് ആരാധന സ്വീകരിച്ചതായി നമ്മൾ കാണുന്നു. യേശു തന്റെ ഉയർപ്പിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അപ്പസ്തോലനായ തോമസ് യേശുവിനെ വിളിക്കുന്നത് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നാണ്. ദൈവമേ എന്നുള്ള ഈ വിളി യേശു നിരാകരിക്കുന്നില്ല, അത് അപ്പാടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബൈബിൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നേരിട്ടും അല്ലാതെയും താൻ ദൈവമാണ് എന്ന അവകാശവാദം യേശു ഉന്നയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. യേശുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാന സവിശേഷത, യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ അവന്റെ ജീവിതത്തിൽ അരങ്ങേറാൻ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള നിരവധിയായ പ്രവചനങ്ങളാണ്. യേശുവിനെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിൾ പഴയ നിയമത്തിലാണ്. ബൈബിൾ പഴയ നിയമത്തില് ഏതാണ്ട് 300ഓളം പരാമർശങ്ങൾ യേശുവിനെ കുറിച്ചുള്ളതായി കരുതപ്പെടുന്നു. ഇതില് ഒരു 40ഓളം പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ളവയാണ്. ബൈബിൾ പഴയ നിയമം യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതായത് യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അവൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ടിരുന്നു എന്നർത്ഥം. അതുപോലെ യേശുവിനെ കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിലുള്ള പ്രധാന പ്രവചനങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തി ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. യേശുക്രിസ്തുവിന്റെ കാര്യത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, യേശു പുരുഷ സംസർഗമില്ലാതെ ഒരു കന്യകയിൽ നിന്ന് മാത്രമായി ഗർഭം ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യ ശിശു ജനിക്കുന്നത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുമായിട്ടാണ്. മാതാപിതാക്കൾ ജന്മം കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് ആദ്യമായിട്ട് അസ്തിത്വം ലഭിക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോഴത്തെ കാര്യം ഇതിൽ നിന്ന് വിഭിന്നമാണ്. കാരണം അമ്മയുടെ ഉദരത്തിൽ ശിശു ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ആള് ഉണ്ടായിരുന്നു. യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാകയാൽ അവന്റെ അമ്മ അവനെ ഗർഭം ധരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. യേശു പുരുഷ സംസർഗമില്ലാതെ ഒരു കന്യകയിൽ നിന്ന് മാത്രമായി ഗർഭം ധരിക്കപ്പെട്ടു എന്ന് ബൈബിൾ പുതിയ നിയമവും അതുപോലെ ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു.
നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. 12 വയസ്സുള്ള ഒരു ബാലൻ ആയിരിക്കുമ്പോൾ തന്നെ യേശു യഹൂദ മത പണ്ഡിതന്മാരെക്കാൾ ഉപരിയായ ആത്മീയ ജ്ഞാനം ഉള്ളവനായിരുന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ യേശു മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയി. എന്നാൽ ആൾക്കൂട്ടത്തിൽ വെച്ച് യേശുവിനെ മാതാപിതാക്കൾ കാണാതായി. 3 ദിവസം അന്വേഷിച്ചു. അപ്പോൾ യേശുവിനെ അവർ കണ്ടെത്തി. യേശു യഹൂദ മതപണ്ഡിതന്മാരുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടികൾ പറയുകയും ചെയ്യുകയായിരുന്നു. ഈ രംഗം ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 12 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ യേശു അസാധാരണമായ വിധം ഉയർന്ന ആത്മീയ ജ്ഞാനം ഉള്ളവനായിരുന്നു. മാത്രമല്ല, ഈ പ്രായത്തിൽ തന്നെ താൻ ദൈവപുത്രനാണ് എന്ന തികഞ്ഞ ഒരു അവബോധം യേശുവിന് ഉണ്ടായിരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന അടുത്ത പ്രധാനപ്പെട്ട സവിശേഷത, യേശു അസാധാരണമായ വിധം ഉയർന്ന അതിസ്വാഭാവികതകളുടെ, അതായത് സൂപ്പർ നാച്ചുറലിസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മരിച്ച ആളുകളെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി രോഗികളെ അത്ഭുതകരമായി യേശു സുഖപ്പെടുത്തി. തളർവാദ രോഗികൾ, കുഷ്ഠരോഗികൾ, അതുപോലെ അന്ധന്മാർ, ഇവരെല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ യേശു അശുദ്ധാത്മാക്കൾ, അതായത് പിശാചുക്കൾ ബാധിച്ചിരുന്ന ആളുകളെ പൊടുന്നനെ സുഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ചുകൊണ്ട് യേശു നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളം വീഞ്ഞാക്കി മാറ്റി, ഏതാനും അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടത്തെ തൃപ്തരാക്കി. അതുപോലെ കടലിന് മീതെ, വെള്ളത്തിന് മീതെ താന്നു പോകാതെ നടന്നു. കൊടുങ്കാറ്റിനെയും ക്ഷോഭിച്ച സമുദ്രത്തെയും പൊടുന്നനെ ശാന്തമാക്കി. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ. അതുപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അറിയുന്നതിനുള്ള കഴിവ് യേശുവിനുണ്ടായിരുന്നു. സംഭവിക്കുവാൻ പോകുന്ന നിരവധി കാര്യങ്ങൾ യേശു മുൻകൂട്ടി പ്രവചിച്ചു. ഇങ്ങനെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന മറ്റേതൊരു വ്യക്തിയെക്കാളും അതിസ്വാഭാവികതകളുടെ, സൂപ്പർ നാച്ചുറലിസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു യേശു. തന്റെ പ്രബോധനങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് അസാധാരണമായ വിധം ഉയർന്ന ആത്മവിശ്വാസം യേശുവിനുണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷങ്ങളിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മോറൽ വാല്യൂസ്
മുന്നോട്ട് വെച്ചിട്ടുള്ളത് യേശുക്രിസ്തുവാണ്. സുവിശേഷങ്ങളിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലതു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യേശുക്രിസ്തുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, താൻ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന് യേശു അസന്നിഗ്ധമായി അവകാശപ്പെട്ടു എന്നുള്ളതാണ്. ബൈബിളിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരും പ്രവാചകന്മാരും ഉൾപ്പെടെ നിരവധി പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് അതിൽ പരാമർശിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരാൾ ഒഴികെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടുള്ളവരാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ മാത്രം ബൈബിൾ ഒരു പാപവും ആരോപിക്കുന്നില്ല. യേശുവിനെ കുരിശിൽ തറയ്ക്കുവാനുണ്ടായ കാരണം താൻ ദൈവപുത്രനാണെന്നുള്ള അവന്റെ അവകാശവാദം ഒരു ദൈവദൂഷണമായി യഹൂദ മത മേധാവികൾ തെറ്റിദ്ധരിച്ചത് മൂലമാണ്. താൻ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന് യേശു അസന്നിഗ്ധമായി അവകാശപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആത്മവിശ്വാസത്തോടുകൂടി ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഇതേക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. മനുഷ്യർ ചെയ്യുന്ന ഏതൊരു പാപപ്രവൃത്തിയും ഒരു ദൈവകൽപ്പനയുടെ ലംഘനമാണ്. അതിനാല് മനുഷ്യന്റെ പാപങ്ങൾ ആധികാരികതയോടെ ക്ഷമിക്കുവാനുള്ള അവകാശം ദൈവത്തിന് മാത്രമാണ് ഉള്ളത്. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ദൈവികമായ ആധികാരികതയോടെ യേശു മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ചതായി നാം വായിക്കുന്നു. സുവിശേഷങ്ങളിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസയരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആരാണ്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? യേശു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യർക്ക് കുറച്ച് പ്രബോധനങ്ങൾ നൽകിയിട്ട് പോകുക മാത്രമല്ല ചെയ്തത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മരണശേഷം താൻ മറ്റൊരു ജീവിതം നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. പാപമോചനത്തിനു വേണ്ടിയുള്ള നിരവധി വഴികൾ മതങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, തീർത്ഥാടനത്തിന് പോവുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, പുണ്യനദികളിൽ കുളിക്കുക, ഇങ്ങനെ പലതും. എന്നാൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ പരിഹാരാർത്ഥം പീഡനങ്ങളേറ്റ് മരിക്കുക എന്നുള്ളത് ഇവയേക്കാളെല്ലാം ഉദാത്തമായ ഒരു സങ്കല്പമാണ്. യേശുക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് ഇതാണ്. യേശുവല്ലാതെ മറ്റാരും മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പീഡനമേറ്റ് മരിച്ചിട്ടില്ല. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യവുമായി നൽകുവാനും അത്രേ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല,
ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. യേശു നൽകിയിട്ടുള്ളിടത്തോളം ഉദാത്തമായ സ്നേഹത്തിന്റെ ഒരു മാതൃക മറ്റാരും മനുഷ്യവംശത്തിന് നൽകിയിട്ടില്ല. യേശു ഒരിക്കല് 5 അപ്പം വർദ്ധിപ്പിച്ച് ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടങ്ങളെ തൃപ്തരാക്കിയതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അതുപോലെ വെള്ളം വീഞ്ഞാക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടി യേശു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മരുഭൂമിയിൽ 40 ദിവസത്തെ ഉപവാസത്തിന്റെ ഒടുവിൽ യേശുവിന് വിശന്നു. കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുവാനുള്ള പ്രേരണയുണ്ടായി. പക്ഷെ യേശു അത് ചെയ്യുന്നില്ല. മറ്റൊരിക്കല് വിശന്നപ്പോൾ യേശു ഒരു അത്തിമരത്തിൽ പോയി അതിലെന്തെങ്കിലും കായ്കൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. അതായത് സ്വന്തം സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിൽ ഭവനത്തിൽ വരുന്ന അതിഥികളെ അവരുടെ കാല് കഴുകി സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അതിഥികളുടെ പാദം കഴുകിയിരുന്നത് ആതിഥേയന്റെ ഭാര്യയോ ഭൃത്യന്മാരോ മറ്റോ ആയിരിക്കും. എന്നാൽ തന്റെ കുരിശുമരണത്തിന് മുൻപ് അവസാനത്തെ പെസഹ ഭക്ഷണത്തിനായി സമ്മേളിച്ചപ്പോൾ യേശു തന്നെ തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നതായി നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. പീഡനത്തിനായി മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും ക്രൂരമായ ഒരു മാർഗമാണ് കുരിശുമരണം. കുരിശിൽ ഒരാളെ വെറുതെ തറച്ചിട്ടു എന്ന് കരുതി പെട്ടെന്ന് അയാൾ മരിക്കത്തില്ല. കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പായി ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു. ചമ്മട്ടി എന്ന് പറയുന്നത് ഒരു ദണ്ഡിന്റെ അറ്റത്ത് പല നീളത്തിലുള്ള തുകൽവാറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ തുകൽവാറുകളിൽ കൂർത്ത ഈയക്കട്ടകളും എല്ലിൻ കഷ്ണങ്ങളും ഘടിപ്പിച്ചിരുന്നു. ഈ ചമ്മട്ടി കൊണ്ട് അടിച്ചതിന് ശേഷം വലിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് മാംസവും ഞരമ്പുകളും അടർന്നു പോരും. കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പായി യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. അതുപോലെ യേശുവിന്റെ ശിരസിൽ ഒരു മുൾക്കിരീടം അവര് മെടഞ്ഞു വെച്ചു. യേശുവിനെ തുപ്പുകയും പരിഹസിക്കുകയും ഞാങ്ങണ കൊണ്ട് ശിരസിൽ അടിക്കുകയും ചെയ്തു. അതിനുശേഷം കുരിശുമരം യേശുവിനെ കൊണ്ട് തന്നെ ചുമപ്പിച്ചുകൊണ്ടാണ് അവര് കുരിശിൽ തറയ്ക്കുവാനായി കാൽവരിയിലേക്ക് കൊണ്ടുപോയത്. പൂർണ്ണമായിട്ടും നഗ്നനാക്കിയ ശേഷമാണ് കുരിശിൽ തറയ്ക്കുന്നത്. ഇത്രയെല്ലാം പീഡനങ്ങൾ യേശുവിനോട് ചെയ്തപ്പോഴും തന്നെ ദ്രോഹിച്ചവരോട് യേശു യാതൊരുവിധ വിരോധവും കാണിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചെയ്തത്. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇപ്രകാരം മനുഷ്യവംശത്തിന് ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് യേശുവാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് ആളുകൾക്ക് കുറെ നിയമങ്ങൾ നൽകിയിട്ട് പോവുക മാത്രമല്ല ചെയ്തത്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവകൽപ്പനകൾ പാലിക്കുവാനുള്ള അതിസ്വാഭാവിക ശക്തി താൻ തന്നെ പ്രദാനം ചെയ്യാമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത യേശു തന്റെ മരണശേഷം 3-ാം ദിവസം ശരീരത്തോടുകൂടി ഉയർത്തെണീറ്റു എന്നുള്ളതാണ്. യേശുവിന്റെ ഉയർപ്പിന് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ കുറെ അധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കുക. ആ വീഡിയോകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യ ജീവിതങ്ങളുടെ മേൽ യേശുവിനോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തി വേറെ ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റോമ സാമ്രാജ്യത്തിൽ പാലസ്തീനയിലെ ചെറിയ ഒരു ഭൂവിഭാഗത്തിലാണ് യേശു ജീവിച്ചത്. നമ്മുടെ കേരളത്തിലെ 3 ജില്ലകൾ കൂടുന്ന അത്രയും വിസ്തൃതിയുള്ള സ്ഥലം. ഇതിനു പുറത്തോട്ട് യേശു അങ്ങനെ പോയിട്ടില്ല. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് ശേഷം യേശു കുരിശുമരണം ഏറ്റുവാങ്ങി. എന്നാൽ യേശുവിനോളം മനുഷ്യജീവിതങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സ്ഥലത്ത് ക്രിസ്ത്യാനിറ്റി നിന്നുപോയി എന്ന് നമ്മൾ കരുതും. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ
പൂർവാധികം ശക്തിയോടെ ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അവിടെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. യേശുവാണ് മനുഷ്യ ജീവിതങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി. നമ്മൾ ഈ വീഡിയോയിൽ യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്നതിനുള്ള 15 തെളിവുകളാണ് പങ്കുവച്ചത്. ഞാനവ ഓരോ വാചകങ്ങളിൽ ഒന്നുകൂടി ആവർത്തിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ദൈവത്തിന്റെ അവതാരം ആണ് എന്ന് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു വ്യക്തമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ അവന്റെ ജീവിതത്തിൽ അരങ്ങേറാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ എഴുതപ്പെട്ടിരുന്നു. പുരുഷ സംസർഗമില്ലാതെ ഒരു കന്യകയിൽ നിന്ന് മാത്രമായി യേശു ഗർഭം ധരിക്കപ്പെട്ടു. 12 വയസ്സുള്ള ബാലനായിരിക്കുമ്പോൾ തന്നെ യേശു അസാധാരണമായ വിധം ഉയർന്ന ആത്മീയ ജ്ഞാനം ഉള്ളവനായിരുന്നു. യേശു ഉയർന്ന അതിസ്വാഭാവികതകളുടെ മനുഷ്യനായിരുന്നു. നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തന്റെ പ്രബോധനങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് യേശുവിന് അസാധാരണമായ വിധം ഉയർന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വച്ചിട്ടുള്ളത് യേശുവാണ്. ജീവിതത്തിൽ ഒരിക്കലും താൻ പാപം ചെയ്തിട്ടില്ല എന്ന് യേശു ഉറപ്പോടെ അവകാശപ്പെട്ടു. ദൈവികമായ ആധികാരികതയോടെ യേശു മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ചു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ മരണശേഷം താൻ മറ്റൊരു ജീവിതം നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. യേശുവല്ലാതെ മറ്റൊരുവനും മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി മരിച്ചിട്ടില്ല. യേശു നൽകിയിട്ടുള്ളിടത്തോളം ഉദാത്തമായ ഒരു സ്നേഹത്തിന്റെ മാതൃക മറ്റാരും മനുഷ്യവംശത്തിന് നൽകിയിട്ടില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള അതിസ്വാഭാവിക ശക്തി താൻ നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തു. തന്റെ മരണശേഷം 3-ാം ദിവസം യേശു ശരീരത്തോടുകൂടി ഉയർത്തെണീറ്റു. മനുഷ്യ ജീവിതങ്ങളുടെ മേൽ യേശുവിനോളം സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ കാണാവുന്ന ഈ 15 സവിശേഷതകൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ യേശു ഒരു സാധാരണ മനുഷ്യനല്ല, പിന്നെയോ മനുഷ്യനായി അവതരിച്ച ദൈവമാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ.